അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്ദലബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ, ഇത് കണ്ടുടുമ്പോൾ തന്നെ ഷെയർ ചെയ്തോളിട്ടാ. ഷെയർ ചെയ്യുന്ന 50 പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിൽ വരും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുന്നത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൻ്റെ അടുത്താണ്. ടൗണിൽ നിന്ന് ഇവിടേക്ക് ദൂരം 400 മീറ്ററാണ്. നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് മണ്ണാർക്കാടേക്ക് പോകുമ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെന്ന് അറിയാം. ഇത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനും ലുലു മാളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ, അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മണ്ണാർക്കാട് റോഡ് സ്റ്റാൻഡ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഈ ടൗണിൽ നിന്ന് അതേമാതിരി AM മോട്ടോഴ്സ് കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ. ഈ AM മോട്ടോഴ്സിന് നേരെ ഓപ്പോസിറ്റ് റോഡ് കാണാം. ആ റോഡിനാണ് നമ്മൾ 400 മീറ്റർ പോകേണ്ടത്. ഇത് ഓരോരുത്തരും പറയണ ശ്രദ്ധിക്കണം കേട്ടാ. കാണൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരലാണ് ഞാൻ. ഇത് മൊത്തത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 നിലയാണ്. ലിഫ്റ്റിൻ്റെ സൗകര്യമുണ്ട്. ഇതൊക്കെ കണ്ടോളിട്ടാ. ഈ ആദ്യം ഇതാണ് ടൗണ് പറഞ്ഞു. ടൗണിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് 400 മീറ്ററാണ് നമ്മുടെ ഈ ബിൽഡിങ്ങിലേക്കുള്ള ദൂരം. നല്ല പുതിയ അപ്പാർട്ട്മെൻറ്റാണ്. 2024 ഇതിൻ്റെ വർക്ക് കഴിഞ്ഞത്. അതാ ഈ റോഡിന് കറക്റ്റ് 400 മീറ്റർ. ഇതാ സിവിൽ സ്റ്റേഷൻ കണ്ടില്ലേ. അപ്പം 400 മീറ്ററാണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. നല്ല അതിഗംഭീരമായ പ്രോപ്പർട്ടിയാണ്. എല്ലാവരും ഷെയർ ചെയ്തോളി. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടൗണിൽ നിന്ന് ഇങ്ങനെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് 4 പുറമുള്ള വീടുകളും ഫ്ലാറ്റുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന മുതലാണ് കേട്ടോ. എമ്മാതിരി സൈസാന്ന് നോക്കിയാൽ കാണി. അത് ശ്രദ്ധിച്ചോളിട്ടാ. 16 സെൻറ്റ് സ്ഥലം. എത്ര? 16 സെൻറ്റ് സ്ഥലം. അതിൽ 1100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 6 വില്ല ടൈല് കേട്ടോ. 6 അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 1100 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകൾ. അതുപോലെ തന്നെ ഒരു 8-10 വാഹനത്തിന് നിർത്താനുള്ള സൗകര്യം, പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ബെഡ്റൂം ഉണ്ട്. സിംഗിൾ ബെഡ്റൂം ആൻഡ് കിച്ചൺ ആൻഡ് സിറ്റിംഗ് ഹാള് അങ്ങനെ എല്ലാം പാടെ 3 ഉണ്ട്. അത് 800 സ്ക്വയർ ഫീറ്റാണ്. ടോട്ടൽ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ പാടെ ഒരു 10-14,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പിന്നെ വർക്ക് ഒരു 1.5 വർക്കാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്ത പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾക്ക് ഉള്ളിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളി ഓരോന്ന്. അതേപോലെ ജനറേറ്റർ കാര്യങ്ങൾ എല്ലാ സൗകര്യമുണ്ട്. ലിഫ്റ്റ് ഉണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളോട് പറയാനുള്ളത് ജനറേറ്റർ കണ്ടില്ലേ. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹാളിലേക്ക് കയറുകയാണ്. ഈ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ ഭാഗവും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനത്തെ വർക്കാണ്. കാരണം എന്താ പറയുക, ഒരു സാധാ വർക്കൊന്നല്ല, നല്ല ഹൈ ക്വാളിറ്റി. കാരണം സീൽ ചെയ്തതാണെങ്കിലും മറ്റുള്ള എന്താണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റിയാണ് വർക്ക്. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ക്യാമറ. കാരണം ഏത് ഭാഗത്ത് ഏത് വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഉള്ളിലിരുന്നിട്ട് നിരീക്ഷിക്കാവുന്നതാണ്. കാരണം അത്രയും സെറ്റപ്പിൽ. അതേപോലെ തന്നെ ഇതല്ലേ ഇതാണ് നമ്മുടെ മുതൽ. കണ്ടില്ലേ നിങ്ങൾ, മലബാറാണ് കേട്ടോ. ഇതാണ് ലിഫ്റ്റ്. കണ്ടില്ലേ, എല്ലാ സൗകര്യം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ചാനൽ കാണുന്നവർ പെട്ടെന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത് കണ്ട മുതൽ. അപ്പോൾ ഈ മുതൽ ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഷെയർ വേണം. ആ ഷെയർ ചെയ്ത് കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ കൊടുക്കും കേട്ടോ. 1000 ഉറുപ്പ്യ ഇങ്ങനെ കൊടുക്കും ഓരോരുത്തർക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കിടക്കുന്നത് ഇതിലേക്കാണ് കേട്ടോ. സിറ്റിംഗ് ഹാള്. അതിൻ്റെ ഉള്ളിലെ വർക്കൊക്കെ നോക്കിയിട്ട് എന്താ സൈസ് വർക്ക് കണ്ടോ. ആളുകൾക്ക് ഇന്ന് കാണാനുള്ള TV സൗകര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഫർണിച്ചർ എല്ലാം ഉണ്ട്. എല്ലാം പാടെയാണ് ഇതിൻ്റെ ഓണർ ഇതിന് വില ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റിംഗ് ഹാള്. അപ്പോൾ ടൗണിലൊക്കെ വന്ന് താമസിക്കേണ്ടവർക്ക് ഇത് മേടിക്കാം. ഇത് റെൻറ്റിന് കൊടുക്കാം. വലിയ ഡോക്ടർമാർക്ക്, എഞ്ചിനീയർമാർക്ക്, മറ്റുള്ളവർക്കൊക്കെ റെൻറ്റിന് കൊടുത്തിട്ട് അങ്ങനെ വരുമാനം കാണാം. അല്ല ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ് നടത്താൻ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ മേടിക്കാം. കാരണം വിദേശികളൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ മൗലാനയിലായിക്കോട്ടെ, അൽഷിഫയിലായിക്കോട്ടെ വന്ന് ഡോക്ടർമാരും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ അറബികളൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നല്ല റെൻ്റ് ഉണ്ട് കേട്ടോ. അതായത് ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നുണ്ട് 5000 ഉറുപ്പ്യാണ്. ഏത് ഡബിൾ ബെഡ്റൂം ഉള്ളത് ഡെയിലി റെൻറ്റിന് കൊടുക്കുന്നത് 5000 ഉറുപ്പ്യ. അല്ല സിംഗിൾ ബെഡ്റൂം ഉള്ളത് കൊടുക്കുന്നത് വളരെ കുറവാണ്, 3500 ഉറുപ്പ്യ.
അപ്പോൾ റെൻറ്റിന് കൊടുക്കേണ്ടവരോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനിയുടെ ആളുകൾ, അതായത് പാർട്ടി സംസാരിക്കാൻ ഈ സിറ്റിംഗ് ഹാള് കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇതാണ് ലിഫ്റ്റ്, മേലേക്കുള്ള ലിഫ്റ്റാണിത്, കണ്ടില്ലേ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ ഓരോ പ്രോപ്പർട്ടി എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. ഓരോന്ന് നോക്കിക്കോളിട്ടോ. നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് കാണാൻ സാധിക്കുക. ഇപ്പോൾ മുകൾക്കുണ്ട് ഇതേപോലെ കണ്ടോ ബെഡ്റൂം. ആ ബെഡ്റൂമൊക്കെ നോക്കുകയാണെങ്കിൽ ഡബിൾ ബെഡ്റൂം. എന്താ അതിൻ്റെ വൃത്തി, എന്താ അതിൻ്റെ ഭംഗി, എന്താ അതിൻ്റെ ശൈലി. അപ്പോൾ മൊത്തത്തിൽ നമുക്കിതിൽ 9 എണ്ണം ഉള്ളത് കേട്ടോ. 9 എണ്ണം. ഈ 9 അപ്പാർട്ട്മെൻറ്റ് 6 എണ്ണം ഡബിൾ റൂമിൻ്റെയാണ്, 3 എണ്ണം സിംഗിൾ റൂമിൻ്റെയാണ്. അപ്പോൾ നല്ല സൗകര്യത്തോട് കൂടി ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ, ഇനിയിപ്പോൾ വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ താമസിക്കാൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർക്കും താമസിക്കാൻ നല്ല സൂപ്പറാണ്. അതേപോലെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖത്തിൽ ഓണറുടെ നമ്പറാണ് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓണർക്ക് വിളിക്കണം. അത് രാവിലെ വിളിക്കേണ്ട സമയം അതിൽ പറയുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് അവരെ വിളിച്ചാൽ കിട്ടുക. 5 മണിയുടെ മുമ്പ് വിളിക്കണം കേട്ടോ. വിളിക്കുന്നവർ രാവിലെ 9 to 5 ഉള്ളിൽ വിളിച്ചിട്ട് വേണം അന്വേഷിക്കാൻ. കാരണം അത് കഴിഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നതല്ല. കാരണം അതിൻ്റെ ഓണറല്ല എടുക്കുക, ഓഫീസിലെ മാനേജറോ മറ്റോ ആണ് എടുക്കുക. അവരുടെ ടൈമുണ്ട്, ആ ടൈമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണണം, ഓരോന്നും ഭാഗവും കാണണം. ഈ 2 ബെഡ്റൂം കേട്ടോ, ഓരോ ബെഡ്റൂമുള്ളത്. അപ്പോൾ 1100 സ്ക്വയർ ഫീറ്റാണ് 2 ബെഡ്റൂമുള്ളതിൻ്റെ വിസ്തീർണം. അതേപോലെ തന്നെ മറ്റത് 800 സ്ക്വയർ ഫീറ്റാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക. ഇത് പഴക്കമില്ലാത്ത മുതലാണ്. 2 വർഷം 2024 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇവിടേക്ക് നോക്കി ഇതും അതുപോലുള്ളതിന്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളൊക്കെ കഴിയുന്ന മാതിരി 2, 3 ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. മൊത്തം ഇതിൽ 9 ഉണ്ട്. അപ്പോൾ 9 കാണുമ്പോഴേക്ക് സമയം കുറേ വഴുകും. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം നിങ്ങൾക്ക് 2, 3 ഇത് കാണിച്ചു തരുന്നത്. സിംഗിൾ ബെഡ്റൂമുള്ളത് കാണിച്ചു തന്നു, ഡബിൾ ബെഡ്റൂമുള്ളത് കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ മുകളിലേക്ക് പോയിട്ട് സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, എൻ്റെ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനത്തെ പ്രോപ്പർട്ടിയൊക്കെ ടൗണിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു 16 സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ. 16 സെൻറ്റ് സ്ഥലത്താണ്. നല്ല ലക്ഷറി അല്ലേ. എന്താ അതിൻ്റെ ഒരു ഭംഗി, എന്താ അതിൻ്റെ സ്റ്റൈലി നോക്കിയേക്കണേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളോട് പറയുന്നത്, ഓണർക്ക് വിളിക്കുക. നമുക്കിതിൽ 1% കമ്മീഷൻ നിങ്ങൾ തരണ്ടു കേട്ടോ. 1% കമ്മീഷൻ കച്ചവടം ചെയ്യുമ്പോൾ നമ്മളെ അറിയിക്കുക, അത് നമുക്ക് തരും, അത്രേ വേണ്ടൂ. നമ്മൾ ഡയറക്റ്റ് ഓണർമാരുടെ നമ്പർ കൊടുക്കണം. എന്താ അറിയോ, ഇത് നടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ടൗണിലാണ്, മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ ടൗണിൽ ആയ ബിൽഡിങ്ങാണ്. മൊത്തത്തിലൊരു 10, 13, 14,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ടോട്ടൽ. ഓരോ ഭാഗം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ റൂഫിങ്ങിൻ്റെ എന്തിൻ്റെ വർക്കാണെങ്കിലും നിങ്ങൾ വളരെ കറക്റ്റായിട്ട് നോക്കണം. സീലിംഗ് ആണെങ്കിൽ സീലിങ്ങിൻ്റെ വർക്കും. കാരണം ഇങ്ങനെ ഒരു വീട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്രയും നല്ല ഒരു ക്വാളിറ്റി വർക്കും കാര്യങ്ങളും കണ്ട് എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഓരോ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്ത് ഡൈനിങ് ടേബിൾ ഉണ്ട്, സിറ്റിംഗ് ഹാളിൻ്റെ ഭാഗത്ത് സോഫ സെറ്റ് ഉണ്ട്, മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂം ആണെങ്കിൽ സൂപ്പർ ബെഡ്റൂം, നല്ല വലിപ്പത്തിൽ അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ വന്നാൽ മുകളിലേക്കാണ് അല്ലേ. ഈ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ജോലിക്കാർ താമസിക്കുന്നത്. ഈ ജോലിക്കാർ താമസിക്കുന്നതും അവരെ കിച്ചനും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ജോലിക്കാരെ കണ്ടിട്ട് നമ്മൾ ചന്ദ്രുമ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി, അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഉണ്ടോ. ഓരോ ഭാഗത്തും നോക്കണം നിങ്ങൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അത് ഷെയർ ചെയ്തോളി. ഷെയർ ചെയ്തിട്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്ത് കിട്ടും, സമ്മാനം കിട്ടും. 500, 1000, 2000 വീതം വെച്ച് നമ്മൾ കൊടുക്കാം. അപ്പോൾ കമൻറ്റ് ബോക്സ് നമ്പർ ഇട്ടോളി. ഇതാണ് ഇപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ, ഇതാ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് ഭംഗി കാണാൻ. പുറത്തേക്ക് നോക്കി എന്താ ഒരു ഭംഗി കാണാൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. എൻ്റെ ഹബീബിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക. നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ റബ്ബിൽ ലവ്ൽ 1 അപ്പോൾ ആ 1-ൻ്റെ അന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാ ഗ്രൂപ്പുകൾക്കും, പ്രവാസികൾ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതാരാ മേടിക്കുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ടൗണിൽ ഇങ്ങനെ പ്രോജക്റ്റ് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു വില്ല വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റ് വേണം, ഇതുപോലുള്ളൊരു സംഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹബീബിങ്ങളുണ്ടാവും. അവരുടെ ഇതിലേക്ക് എത്തുന്നത് വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം.
കണ്ടോ, ഇതൊക്കെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളാണ് കേട്ടോ. മേലെ ഏറ്റവും ടോപ്പാണ് ഇപ്പോൾ ഇത്. അപ്പോൾ 4ാമത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ ഭാഗവും നല്ല വൃത്തിയുള്ള വർക്കാണ്. അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ആരും ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മായസ്സലാമ.